വഖഫ് നിയമത്തിൻ്റെ പേര് പറഞ്ഞ് ബംഗാളിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുക. ഹിന്ദുക്കൾ വലിയ തോതിൽ കൂട്ടത്തോടെ ബംഗാളിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുകയാണ്? കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട ഒരു അവസ്ഥ അവിടെ ഇപ്പോഴുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. കാരണം ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വഷളായി എന്ന് പറഞ്ഞാണ് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത്. അല്ലെങ്കിൽ രാജ്യദ്രോഹകരമായ ഭരണഘടനാ വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനമെടുത്തു അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ആർട്ടിക്കിൾ 356 ആപ്ലിക്കബിൾ ആകുന്നത്. ലോ ആൻഡ് ഓർഡർ ശരിയല്ലാത്തതുകൊണ്ട് കൽക്കത്ത ഹൈക്കോടതി CRPF-നെയും BSF-നെയും ഡിപ്ലോയ് ചെയ്യാൻ പറഞ്ഞു. സ്റ്റേറ്റ് പോലീസിനും പോരായ്മ ഉള്ളതുകൊണ്ടാണ്. ഡിപ്ലോയ് ചെയ്തു. അപ്പോൾ തന്നെ സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നു. പോലീസിനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഹൈക്കോടതിക്ക് പോലും ബോധ്യപ്പെട്ടു. അല്ല, പോലീസിനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഈ ബ്രേക്ക് ഡൗൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി അല്ല. പോലീസ് എണ്ണം കുറവാണ്, എണ്ണം ഓഗ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഈ BSF യൂണിറ്റുകൾ അവിടെ ക്യാമ്പുണ്ട്, അവരുടെ കൻ്റോൺമെൻറ്റും സംവിധാനമുണ്ട്. അവരിറങ്ങിക്കഴിഞ്ഞാലും ഇപ്പോൾ BSF ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അവിടുത്തെ ജില്ലാ സൂപ്രണ്ടിൻ്റെ നിർദ്ദേശത്തിന് വിധേയമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതേ ഉള്ളൂ, അങ്ങേരുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടുക. അങ്ങേരുടെ കയ്യിൽ 150 പോലീസുകാരേ ഉള്ളൂ. 150 പോലീസുകാരെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കൂടുതൽ പോലീസ് വേണം. അപ്പോഴാണ് CRPF-നെയോ BSF-നെയോ ആരെങ്കിലും വിളിക്കുന്നത്. അപ്പോൾ എത്ര 9 ബറ്റാലിയനോ അങ്ങനെ എന്തോ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. സിറ്റുവേഷൻ സ്ലോലി കമ്മിങ് ബാക്ക് ടു നോർമൽ. വലിയ അപകടം ഉണ്ടാവാഞ്ഞത് ഇവരെല്ലാം ഓടിക്കളഞ്ഞു, ഹിന്ദുക്കൾ. പ്രത്യേകിച്ച് മുർഷിദാബാദിൽ നിന്ന് മാൽഡയിലേക്ക്, എൻ്റെ നോട്ടത്തിൽ എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്കാണ് ഇവർ, അല്ലെങ്കിൽ നേരെ തിരിച്ച് വറചട്ടിയിൽ നിന്ന് എരുതി. മാൽഡ അത്ര മോശം സ്ഥലമൊന്നുമല്ല, ഭീകരമായ മുസ്ലിം ബഹളം നടക്കുന്നൊരു സ്ഥലമാണ് മാൽഡ. ബട്ട് എന്തുകൊണ്ടോ ഇത്തവണ മാൽഡ ഇളകിയിട്ടില്ല ഇതുവരെ. ഒരു 4 ജില്ലയാണ്, മുർഷിദാബാദ്, 24 പർഗാനാസ്, പിന്നെ 2 ജില്ലയുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായാലും മാൽഡയിൽ വലിയ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇവരെല്ലാം മാൽഡയിലേക്ക്, ഇടയ്ക്കൊരു നദിയൊക്കെ ഉണ്ട്, അത് വള്ളത്തിലേക്കാണ് അവർ പോയത്. അതുകൊണ്ട് അധികം ആളപായം ഉണ്ടായില്ല. അപ്പോൾ ഈ സമയത്ത് 365 ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു ബഹളം നടന്നു, അല്ലെങ്കിൽ ഒരു വെടിവെപ്പ് നടന്നു എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് 365 ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. 365 ജസ്റ്റിഫൈ ചെയ്യാനും മാത്രമുള്ള ഒരു സ്ഥിതിയിലേക്ക് ബംഗാളിലെ ഈ സംഭവങ്ങൾ എത്തിയിട്ടില്ല. ഓഫ് കോഴ്സ് ബംഗാളിനെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്നൊരു പരക്കെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിന് ദോഷവുമാണ്. ബംഗാളിനെ അല്ല, ബംഗാളിലെ ഹിന്ദുക്കളെ, ഞാനങ്ങനെ പറയും. ബംഗാളിലെ മറ്റ് കാര്യങ്ങളിലും ഒക്കെ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് ഒരു തണുപ്പൻ നിലപാടാണ്. അല്ല ചേച്ചി, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്രയോ കാലമായി തിരഞ്ഞെടുപ്പ് വരുന്നു, അസംബ്ലി ഇലക്ഷൻ, പാർലമെൻറ്റ് ഇലക്ഷൻ, ഇങ്ങനെ ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് നിരന്തരം സന്ദേശ് കാര്യം പോലെയുള്ള സംഭവങ്ങൾ. അങ്ങനെ ബംഗാളിൽ ഇനി എപ്പോൾ ക്രമസമാധാനം തകരും? എപ്പോഴാണ് ഇടപെടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുക? ഈ അങ്ങനത്തെ ഒരു സാഹചര്യമില്ല. ഞാൻ പറയട്ടെ, ബംഗാളിൻ്റെ വലിപ്പം എത്രയാണ്? ഇപ്പോൾ സംഭവിച്ചതിൽ എത്ര പേര് മരണപ്പെട്ടു? 3 പേരോ 4 പേരോ, 3 2 5 പേര് ഇല്ല. അപ്പോൾ ഇത്രയൊന്നും അല്ല. ഞാനിത് 3 പേരുടെ മരണത്തെ അല്ലെങ്കിൽ 5 പേരുടെ മരണത്തെ കുറച്ച് കാണുന്നില്ല. ആ സിറ്റുവേഷൻ ഡസ് നോട്ട് വാറൻറ്റ് ഡിസ്മിസൽ ഓഫ് ദ ഗവൺമെൻറ്. അല്ല, സർക്കാരിനെ പിരിച്ചുവിടാനൊന്നുമില്ല. ഞാൻ മിനിമം ഈ 24 പർഗാനാസ്, മാൽഡ തുടങ്ങിയുള്ള നൊട്ടോറിയസ് ആയിട്ട് ചില സ്ഥലങ്ങളാണ്, അവിടെ കുഴപ്പങ്ങളാണ്, ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വീഡിയോകളൊക്കെ കണ്ട ഞെട്ടിപ്പോവും. അത്തരം വീഡിയോകൾ വരുന്നുണ്ട്. അവിടെയെങ്കിലും ഒരു അസ്വസ്ഥബാധിത പ്രദേശമായി മിലിറ്ററിയുടെ സ്പെഷ്യൽ പവർ ഉപയോഗിക്കാമല്ലോ. തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടോ BJP-ക്കാർ അതിൽ കൺവിൻസ്ഡ് അല്ല. ഇപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ അന്ന് മുഖത്തടിച്ച പോലെയാണ് കേരള BJP പെരുമാറിയത്. ഞാനത് പറഞ്ഞതല്ല. അന്ന് സംഘപരിവാറിനെ ഓടിച്ചിട്ട് കൊല്ലുകയാണ് CPM-കാരെ. ഇടയ്ക്ക് സംഘപരിവാർ തിരിച്ചടിക്കുന്നുമുണ്ട്.
ഇതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഞാനിതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പത്രവാർത്തകൾ അതൊക്കെ ശേഖരിച്ചിട്ട് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗിന് ഞാൻ കത്തയക്കുന്നു. ആ കത്ത് ഡൽഹിയിൽ നിന്നോ കേരളത്തിൽ എനിക്കറിയില്ല, സംവേർ അത് ലീക്കായി മാതൃഭൂമി ചാനലിന് കിട്ടുന്നു. അപ്പോൾ പട്ടാള ഭരണം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബഹളം വയ്ക്കുന്നു. അങ്ങനെയാണത് പുറത്തറിയുന്നത്. എന്നെ അവർ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ഇന്ന മാതിരിയാണ് ഇതിൻ്റെ ന്യായം, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് എന്ന് വെച്ചാൽ എന്താണ്, ഇതൊക്കെ പറഞ്ഞു. ഇത് ജവഹർലാൽ നെഹ്റു പാസ്സാക്കിയ ആക്റ്റാണിത്. ബട്ട് അത് അന്നത്തെ BJP നേതൃത്വത്തിന് ഇഷ്ടപ്പെട്ടില്ല. അന്ന് എനിക്ക് തോന്നുന്നു BJPയുടെ പ്രസിഡൻ്റാണ് മുരളീധരൻ മാറി കുമ്മനം വന്ന സമയം. മുരളീധരൻ TV യിൽ പറഞ്ഞു, പോസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ ആർക്കും കത്തയക്കാം, കാര്യഗൗരവമില്ലാതെ ചെയ്യുന്നതാണത്. അഫ്സ്പ പ്രയോഗിക്കണമെങ്കിൽ കേരള സർക്കാരിൻ്റെ അനുവാദം വേണം, സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദം വേണം. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിന് 2 റൂട്ടുണ്ട് അഫ്സ്പ. ഒന്ന്, സംസ്ഥാനം ഗവർണറോട് ആവശ്യപ്പെടും, കേന്ദ്രത്തോട് പറഞ്ഞിട്ട് ഈ പ്രദേശം അഫ്സ്പയിൽ കൊണ്ടുവരണം. അതാണ് ഒരു റൂട്ട്. അതാണ് മുരളീധരൻ അറിയാവുന്ന റൂട്ട്. അതല്ലാതെ കേന്ദ്രത്തിന് സ്വമേധയാ ഇത് അഫ്സ്പയിൽ പെടുത്താം. ഒരു പ്രദേശം ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ പട്ടാളത്തെ അല്ലെങ്കിൽ BSFനെ അല്ലെങ്കിൽ CRPFനെ കേന്ദ്രസേനയെ ഡിപ്ലോയ് ചെയ്യാം. അപ്പോഴും ലോക്കൽ പോലീസ് ഇല്ലാതെ ആവുന്നില്ല. ഇക്വേഷൻ നേരെ തിരിച്ചാകും. ലോക്കൽ പോലീസിന് കീഴിൽ കേന്ദ്രസേന എന്നുള്ളത് മാറിയിട്ട് കേന്ദ്രസേനയുടെ കീഴിൽ ലോക്കൽ പോലീസ് ആവും. ഇതാണ് അഫ്സ്പയിൽ വരുന്നത്. പ്ലസ് അൺലിമിറ്റഡ് ഡിറ്റൻഷൻ അധികാരമുണ്ട്. സ്പെഷ്യൽ പവർ ആക്റ്റാണത്. ആംഡ് ഫോഴ്സസിന് സ്പെഷ്യൽ പവർ കൊടുക്കുന്നു. അപ്പോൾ അതിൽപ്പെടുന്ന ഒരു സാധനമാണ് ഡിറ്റൻഷൻ. കുഴപ്പക്കാരെയൊക്കെ പിടിച്ചിട്ട് ഒരു എക്സ്പ്ലനേഷനും ഇല്ലാതെ ഡീറ്റെയിൻ ചെയ്യാം അവർക്ക്. ഞങ്ങൾ പറഞ്ഞിട്ട് താൻ പുറത്തു പോയത്, ഭക്ഷണം സംഗതിയൊക്കെ ഇവിടെ തരും, സം സോർട്ട് ഓഫ് ജയിൽ. ഈ അധികാരങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇത് ഡയറക്റ്റായിട്ട് കേന്ദ്രത്തിനും ചെയ്യാം. ബട്ട് അതാണ് ഞാൻ ആവശ്യപ്പെട്ടത്, ഡയറക്റ്റ് കേന്ദ്രം ചെയ്യണം. ഇപ്പോൾ NIA അന്വേഷണം ഉണ്ടല്ലോ, പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. NIA അന്വേഷണം കേരള സർക്കാർ ആവശ്യപ്പെട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയും ചെയ്യാം, അല്ലാതെ ചെയ്യാം. ഈ ആക്ട് ഇവർ വായിച്ച് നോക്കരുത്, ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ ഇത് അവർ പോപ്പുലർ അഭിപ്രായത്തിനനുസരിച്ച് അഭിപ്രായം പറയാമെന്നുള്ളതല്ലാതെ ആക്ട് വായിച്ച് നോക്കുകയില്ല. NIAയും ഇതുപോലെയാണ്. കേരള പോലീസിന് ഇത് NIAക്ക് റെഫർ ചെയ്യാം. ഈ കേസിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങളിത് ഏറ്റെടുക്കണം. NIAക്ക് സ്വമേധയായി ഏറ്റെടുക്കാം. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് NIAയോട് പറയാം ഇന്ന സാധനം ഏറ്റെടുക്കണം എന്ന് പറയാം. അങ്ങനെയാണ് NIA ആക്ട് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അല്ലാതെ എല്ലാ കാര്യത്തിനും സംസ്ഥാനം പറഞ്ഞാൽ ഞാൻ വരാം. ഇപ്പം നാളെ ഇവർ പറയും ഈ 356 വകുപ്പ് അനുസരിച്ച് എന്നെ പിരിച്ചുവിടൂ എന്ന് മമതാ ബാനർജി ആവശ്യപ്പെട്ടാലേ പിരിച്ചുവിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ന്യായം പറയും. അപ്പം ഇങ്ങനെയൊക്കെ ന്യായം പറയുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഈ 4 ജില്ലകൾ അത് ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് കേന്ദ്രഭരണം അഫ്സ്പ കൊണ്ടുവരണമെന്ന് അവിടുത്തെ BJPക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ MP ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അവർക്കറിയാം ഇത് ഡയറക്റ്റ് ചെയ്യാമെന്ന്. കാരണം ഇത് എല്ലാ സ്ഥലത്തും ചെയ്തിട്ടാണ്. 13 വർഷം പഞ്ചാബിൻ്റെ മേജർ പോർഷൻസ് അഫ്സ്പയുടെ കീഴിലായിരുന്നു. ഉത്തർപ്രദേശിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ 1-2 ജില്ലകൾ അഫ്സ്പയുടെ കീഴിലായിരുന്നു. ജമ്മു കാശ്മീരിൽ നിരന്തരം അഫ്സ്പ പ്രയോഗിക്കപ്പെട്ടു. 13 വർഷം പഞ്ചാബിൽ അഫ്സ്പ വെച്ചാണ് പഞ്ചാബിനെ അടിച്ച് നിരപ്പാക്കി ശരിയാക്കി എടുക്കുന്നത്. ബട്ട് ദാറ്റ് വാസ് KPS ഗിൽ. അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവർക്കൊന്നും സ്ഥാനം ഉണ്ടാവില്ല. അപ്രൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് സ്ഥാനം ഉണ്ടാവില്ല. KPS ഗില്ലാണ് നമ്മളുടെ ഗുജറാത്ത് കലാപം അടിച്ചമർത്തുന്നത്. KPS ഗില്ലാണ്. നരേന്ദ്രമോദിക്കൊന്നും അറിയില്ല, പാവം. അങ്ങനെ നേരെ മുഖ്യമന്ത്രിയായിട്ട് വരികയല്ലേ, അഡ്മിനിസ്ട്രേഷൻ ഒന്നും അറിയില്ല. ദിഗ്വിജയ് സിംഗ് ആണ് മധ്യപ്രദേശ് ഭരിക്കുന്നത്. ദിഗ്വിജയ് സിംഗിന് ഇദ്ദേഹം ഫാക്സ് അയച്ചു,
എനിക്കൊരു 2500 പോലീസുകാരെങ്കിലും വേഗം വിട്ടു തരണം. അയാൾ കൊടുത്തില്ല. ഞാൻ ഇവിടെ ബിസിയാണെന്ന് പറഞ്ഞ് കൊടുത്തില്ല. ഒറ്റയ്ക്കായി പോയി മോദി KPS ഗില്ലിനെ കോണ്ടാക്ട് ചെയ്തു പഞ്ചാബിൽ. KPS ഗില്ല് പറഞ്ഞു ഞാൻ വരാൻ പറഞ്ഞു. KPS ഗില്ല് വന്നിട്ട് KPS ഗില്ല് ടുക്ക് ചാർജ് ഓഫ് ഗുജറാത്ത്. ഒഫീഷ്യലി അല്ല, അൺഒഫീഷ്യലി അഡ്വൈസർ എന്നൊക്കെ പറയുന്ന പോലെ KPS ഗില്ല് പറഞ്ഞ പോലെ പോയിട്ടാണ് ഒരു 3-4 ദിവസത്തിനകം അടി കൊടുത്ത് ഇവനെയൊക്കെ ഒതുക്കി. അതുപോലെ പഞ്ചാബിൽ KPS ഗില്ല് പെർഫോം ചെയ്യാൻ ഒരു കാരണം ഈ അവസ്ഥയാണ്. വെൻ പീപ്പിൾ ആർ റെസ്റ്റീവ്, അനാവശ്യമായ ആക്രമണം, ഇപ്പം നടക്കുന്ന ആക്രമണത്തിന് ഒരു ന്യായവുമില്ല. ബംഗാളിൽ മാത്രമല്ലല്ലോ മുസ്ലിങ്ങളുള്ളത്. അതെ, ബംഗാളിൽ മാത്രമല്ലല്ലോ വഖഫ് അമെൻമെൻറ്റ്. വഖഫ് നിയമം പാസ്സാക്കി എന്നതിൻ്റെ പേരിൽ ഹിന്ദുക്കളെ എന്തിനാണ് കൊല്ലുന്നത്? ഹിന്ദുക്കളെ വീട്ടിൽ കയറി കുത്തിക്കൊല്ലുകയാണ്. അത് മമതാ ബാനർജി പറഞ്ഞിട്ട് ഇവരുടെ എണ്ണം ഒന്ന് കുറയ്ക്കടാ, നിൻ്റെ എണ്ണം ഒന്ന് കൂട്ട്. ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നതിൽ കൂടുതലും ബംഗ്ലാദേശി മുസ്ലിംസാണ്. അതെ, അവർക്ക് അവരുടെ ABT ഉണ്ട്, എന്താ അൻസാറുള്ള ബംഗ്ലാ ടീം, ABT, അവരുടെ ആൾക്കാർ. പിന്നെ നമ്മളുടെ PFI എന്ന SDPI, ഇവർ നമ്മളുടെ JPCക്ക് പോയില്ല വഖഫിൽ. അന്ന് തുടങ്ങിയ ഓപ്പറേഷനാണ്. ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് കടത്തി കൊണ്ടുവന്ന് റെഡിയാക്കി ട്രെയിനിങ് കൊടുത്ത് താമസിപ്പിച്ച് ഒക്കെ ചെയ്ത് അവരെ കൊണ്ടാണ് ഈ ഓപ്പറേഷൻ. അല്ല, ഇതൊക്കെ നമ്മൾ മാധ്യമങ്ങൾ വായിച്ച് നമുക്ക് ഉൾപ്പെടെ അറിയാം. എന്നിട്ടും എന്തേ കേന്ദ്രം? ഇതാണ് ചോദ്യം. അല്ല, എന്ത് ചെയ്യണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്? മിനിമം അവിടുത്തെ BJP നേതാക്കന്മാർ ഈ പ്രശ്നബാധിത ജില്ലകളിലെങ്കിലും ഒരിടപെടൽ. അല്ല, എത്ര കാലമായി നമ്മൾ ഇതേ ഫ്ലോറിലിരുന്ന് സന്ദേശ് ഗാലി വന്നപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ BJP പ്രവർത്തകരെ ഹിന്ദുക്കളെയും തല്ലിക്കൊന്ന് മരങ്ങളിൽ കെട്ടിത്തൂക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അവിടെ ഈ ഹിന്ദു ജനങ്ങൾക്ക് നേരെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുക. അടുപ്പിച്ചല്ല, ഇതിപ്പോൾ 3 ഉള്ളൂ, അന്ന് 10 ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല, 3 ഉള്ളൂ 10 ഉള്ളൂ എന്ന് പറയുന്നത് ഈ ഇത്തരം ആയുധങ്ങൾ പ്രയോഗിക്കാനുണ്ടല്ലോ, അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. 356 വകുപ്പ് വെച്ച് നിങ്ങളൊരു സർക്കാരിനെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇമ്മീഡിയറ്റ് സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്യും. അല്ല, അത് വേണ്ട. ദാറ്റ് വിൽ ബി എ ബ്ലോ ഓൺ. പ്രത്യേക നിയമമില്ലേ അഫ്സ പോലെയുള്ള നിയമങ്ങൾ? ഈവൻ കോർട്ട് വിൽ ഇന്റർഫിയർ വിത്ത് ദാറ്റ്. അതപ്പോഴല്ലേ എന്ന് പറയുന്നതല്ല. ഈ എനിക്ക് തോന്നുന്നില്ല, ഇപ്പൊ ഹൈക്കോടതിക്ക് പോലും ബോധ്യപ്പെട്ട് BSFനെയൊക്കെ വിളിക്കുന്ന കോടതി പോലും പറഞ്ഞൊരു സാഹചര്യത്തിൽ അത്തരം ഒരു നിയമം നടപ്പാക്കിയാൽ ഈ അങ്ങനെ ചെയ്യേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷ. ഞാനിത് പറയുന്നത് ഈ ഹിന്ദു സമാജം ഈ സർക്കാരിനെ ആശ്രയിച്ച് സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കരുത്. മുസ്ലിങ്ങൾ അങ്ങനെ നോക്കുന്നില്ല. അവർ സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ജീവിക്കുന്നത്. ഹിന്ദു സമാജവും സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ജീവിതമുണ്ടല്ലോ, അത് ലോങ് ബാക്ക് അവസാനിക്കേണ്ട കാലം. പതുക്കെ ബംഗാളി അവസാനിച്ച് തുടങ്ങി എന്ന് കേൾക്കുന്നു. പതുക്കെ തിരിച്ചടികൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ചില ആളുകളെ കാണാനില്ല എന്നുള്ള പരാതിയൊക്കെ ആയിട്ട് ആളുകൾ വന്നിട്ട് 1925 RSS സ്ഥാപിതമാകുന്നത്. അതിനു മുമ്പ് നാഗ്പൂരിൽ സ്ഥിരം ലഹള നടക്കുമായിരുന്നു, പ്രത്യേകിച്ച് രാമനവമിക്ക്. 1927 രാമനവമിക്ക് ഈ ഉപദ്രവം ഉണ്ടായി. ആദ്യത്തെ വീട്ടിൽ നിന്ന് തിരിച്ചടി കിട്ടി. അത് മുസ്ലിങ്ങൾക്കൊരു ഷോക്കായിരുന്നു. ഫസ്റ്റ് വീട് അവരകത്ത് കയറി തീയിടാനും ഉന്തുത്തള്ളും ആളെ കൊല്ലാനും ഒക്കെ തുടങ്ങിയപ്പോൾ ആ വീട്ടിൽ നിന്ന് തന്നെ തിരിച്ചടി ഉണ്ടായി. ബാക്കി പിന്നെ തിരിച്ചടികളുടെ ഘോഷയാത്രയായിരുന്നു. ആ രാമനവമിക്ക് ഒരു കല്ലേറും ഉണ്ടായില്ല, ഒരു പ്രശ്നവും ഉണ്ടായില്ല. 3 ദിവസം കഴിഞ്ഞ് രാമനവമി ഘോഷയാത്ര. അതിൻ്റെ മുമ്പിൽ 7 അടി പൊക്കമുള്ള കേശവ് ബൽറാം ഹെഡ്ഗേവാർ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹമാണ് ആ ജാഥ നയിച്ചത്. 1927 സെപ്റ്റംബർ 3 എന്നും പറയുന്നുണ്ട്, 13 എന്നും ചില പുസ്തകങ്ങളിലുണ്ട്. എനിവേ 3-നും 13-നും ഇടയ്ക്ക്. പിന്നെ നാഗ്പൂർ ലഹള ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ 2025 ലഹള. നാഗ്പൂരിൽ ഒറ്റ ലഹളയുണ്ടായില്ല. യു ഡു ദിസ്. നിങ്ങളുടെ ജീവൻ, സ്വത്ത്, നിങ്ങളുടെ സ്ത്രീകളുടെ മാനം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ 356 വകുപ്പ് കൊണ്ടുപോയോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിന് പകരം തിരിച്ചടിക്കുക. ഒരു തവണ നിങ്ങൾ തിരിച്ചടിച്ചാൽ
100 കൊല്ലത്തേക്ക് പിന്നെ ബംഗാളിൽ ആരും തലപൊക്കില്ല. ഒറ്റ വീട്ടിൽ നിന്നാണ് ഹെഡ്ഗേവാറിൻ്റെ ആൾക്കാർ തിരിച്ചടിച്ചു തുടങ്ങി. അവരെ സ്വയം സേവകർ എന്ന് വിളിക്കും. ആദ്യത്തെ വീട്ടിൽ നിന്ന് തിരിച്ചടി കിട്ടിയത് അത് പിന്നെ അങ്ങോട്ട് അങ്ങ് പരന്നുണ്ട്. പിന്നീട് 1927 കഴിഞ്ഞാൽ 2027 വരണം, 25, 98 വർഷം നിന്നു ആടിയുടെ ചൂട്. 98 വർഷം. See, it is very difficult to survive in this world. Very difficult to survive. അവനവന് വേണ്ടിയിട്ട് നമ്മൾ എണീറ്റ് നിൽക്കാതെ സർക്കാർ നോക്കും, പോലീസ് നോക്കും എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒരു സമൂഹം മെല്ലെ ഇല്ലാതെയായിപ്പോവും. പ്രത്യേകിച്ചും വെൻ യു ആർ കൺഫ്രണ്ടിങ് ഇസ്ലാം, ദാറ്റ് ടു വയലൻ്റ് ഇസ്ലാം. ഇപ്പോൾ ബംഗാളിൽ ആക്രമണം നടത്തുന്നത് ബംഗാളിലെ മുസ്ലിങ്ങളല്ല, ബംഗ്ലാദേശി മുസ്ലിങ്ങളാണ്. ട്രെയിൻഡ് ജിഹാദികളാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ വലിയ പ്രകടനം നടക്കാൻ പോകുന്നുണ്ടല്ല, വലിയ റാലി എന്തോ നടക്കാൻ പോകുന്നുണ്ട്. ബിവെയർ. കേരളം ഒരു പ്രത്യേക ദ്വീപൊന്നുമല്ല, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു തേങ്ങയുമല്ല. ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു കേരള ഓൾസോ. അപ്പോൾ കേരളത്തിലെ ഹിന്ദുക്കളും ഒന്ന് കരുതിയിരിക്കുന്നത് കൊള്ളാം. നിങ്ങളെ രക്ഷിക്കാനായിട്ട് പോലീസ് വരും, പട്ടാളം വരും, വരുമ്പോൾ വരും. നമ്മൾ പഴയ സിനിമകളിൽ കണ്ടിട്ടില്ലേ, എല്ലാം കഴിയുമ്പോഴത്തേക്ക് പോലീസ് വരുന്ന ഒരു ഏർപ്പാട്. ഭർത്താവിനെയും അമ്മായിയച്ഛനെയും കൺമുന്നിൽ വെട്ടിക്കൊല്ലുന്നത് കണ്ട ആ സ്ത്രീ പറയുന്നുണ്ട്, ഇവർ അക്രമികൾ വന്നപ്പോഴേ ഞാൻ പോലീസിനെ വിളിച്ചു. 5.5 മണിക്കൂർ കഴിഞ്ഞാണ് പോലീസ് വന്നത്. അഞ്ചര മണിക്കൂർ ആ സ്ത്രീ എന്ത് ചെയ്യുമായിരുന്നു? മണ്ണെങ്കിലും വാരി എറിഞ്ഞോ? ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ ഗവൺമെൻറ്. സർക്കാർ पर भरोसा मत रखो. RSS ബേസിക്കലി എന്തുകൊണ്ടാണ് സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്? സർക്കാരിന് ചെയ്യാവുന്നതിനൊക്കെ പരിമിതിയുണ്ട്. 110 കുഴപ്പങ്ങളും തടസ്സങ്ങളും നിയമവും മാറ്റതും ഒക്കെ കഴിഞ്ഞ് അവസാനം അവർ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ കാര്യം ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ, ഖുദാഗവ. അതായിരിക്കും. സെൽഫ് സഫീഷ്യൻ്റ് ആയിരിക്കുന്നു. ബംഗാളിൻ്റെ പരിഹാരം കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും കയ്യില്ല, ബംഗാളി ഹിന്ദുക്കളുടെ കയ്യിൽ തന്നെയാണ്. ബംഗാളി ഹിന്ദുക്കളുടെ കയ്യിലായിരിക്കണം പ്രാഥമികമായിട്ട്. അവനവൻ്റെ രക്ഷ നോക്കാത്ത വ്യക്തിത്വങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിലെ കുറച്ച് പേര് സിനിമ കാണാൻ പോയപ്പോൾ രാഷ്ട്രീയക്കാരുടെ മക്കളാണ്. ഇവർ കളിയാക്കത്തോണ്ട് പിച്ചുമൊക്കെ ചെയ്ത് നെഹ്റുവിൻ്റെ കാലത്താണ്. ഈ പിള്ളേരെ തിയേറ്ററിൽ കയറി, സിനിമാ തിയേറ്ററിൽ കയറിയിട്ട് വളഞ്ഞ് പൊക്കി ഡൽഹിയിലെ കൻ്റോൺമെൻറ്റിൽ കൊണ്ടുപോയി. അന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി പ്രതാപ് സിംഗ് കെയ്റോണിൻ്റെ മകനാണ് ഈ ഗുണ്ടാപ്പടയുടെ തലവൻ. കെയ്റോൺ നേരെ കൻ്റോൺമെൻറ്റിലേക്ക് കയറി ചെന്നു. ഗേറ്റിൽ കെയ്റോണിനെ തടഞ്ഞു. ഞാൻ മുഖ്യമന്ത്രിയാണ്, ഒരു മന്ത്രിക്കും കയറാൻ പറ്റില്ല. കെയ്റോൺ അവിടെ നിന്ന് നെഹ്റുവിന് ഫോൺ ചെയ്തു, പോക്കൃതരം കാണിക്കുന്നു ഇന്ത്യൻ പട്ടാളം, എൻ്റെ പിള്ളേരെ, എൻ്റെ മകനെ അടക്കം കൻ്റോൺമെൻറ്റിൽ കൊണ്ടുപോയി അങ്ങ് പെരുമാറി പട്ടാളക്കാർ. അപ്പോൾ നെഹ്റു വിളിച്ചു. അന്ന് ഐ തിങ്ക് ഇറ്റ് വാസ് ജനറൽ തിമ്മയ്യെ വിളിച്ചപ്പോൾ തിമ്മയ്യ താഴത്തേക്ക് വിളിക്കാനല്ല, തിമ്മയ്യ പറഞ്ഞു, അതേ സ്വന്തം പെണ്ണുങ്ങളുടെ മാനം രക്ഷിക്കാൻ കഴിവില്ലാത്ത ഇന്ത്യൻ പട്ടാളം എങ്ങനെ ഭാരതത്തിൻ്റെ മാനം രക്ഷിക്കുമെന്നാണ് വിചാരിക്കുന്നത്? ഐ ആം നോട്ട് ഗോയിങ് ടു ഇൻ്റർഫിയർ. പട്ടാളക്കാരെ അവരെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് അവർ ചെയ്തോളുന്നു. ഹി ഡിഡ്ന്റ് ലിസൺ ടു ജവഹർലാൽ നെഹ്റു. അപ്പോൾ പട്ടാളക്കാരൻ്റെ മാനം കാക്കണം, അല്ലാതെ അവരുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ഇവിടെ NCC ക്യാമ്പിൽ കയറി അതിക്രമം കാണും. NCCക്കാർ എന്ത് ചെയ്തു? അവർ പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് ഒരു FIR ഇട്ടു. ആളിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിട്ടു. സ്റ്റേഷൻ ജാമ്യം കൊടുക്കാനുള്ള കുറ്റമേ ഉള്ളൂ. താടിക്കിട്ട് തട്ടുക, 2 അടി കൊടുക്കുക, ഇങ്ങനെയൊക്കെ. അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. ഇന്ത്യൻ പട്ടാളക്കാരൻ പട്ടിയെ പോലെ തല്ലുകൊണ്ടിട്ട് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടായോ? പട്ടാളക്കാരൻ പോലീസിനെ ആശ്രയിക്കുന്നു.
വാട്ട് എ ഷെയിം, വാട്ട് എ ഷെയിം. ആൻഡ് നത്തിങ് ഹാപ്പൻ. ഇന്ന് വരെ ആ കേസ് എങ്ങും എത്തിയിട്ടില്ല. അതെ. ഇപ്പം അത് അതിര് തർക്കത്തിലാണ്. NCC ഈസ് ഫോളോയിങ് അണ്ടർ സ്റ്റേറ്റ് ഓർ സെൻറ്റർ. കാരണം NCCയുടെ ശമ്പളവും ചെലവും ഒക്കെ കൊടുക്കുന്നത് കേരള സർക്കാരാണ്. ബട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിനാണ്. അപ്പോൾ ഈ കേസിൻ്റെ കേരള സർക്കാരിൻ്റെ ആണെങ്കിൽ കേരള സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥന് കേരള സർക്കാരിനെതിരെ പരാതി കൊടുക്കാൻ പറ്റില്ല. കേന്ദ്ര സർക്കാരാണെങ്കിൽ പിന്നെ എന്തിന് ഇവരുടെ ശമ്പളവും സംഗതിയൊക്കെ കേരള സർക്കാർ വഹിക്കണം എന്നുള്ളൊരു ചോദ്യം വരും. അങ്ങനെ അതിര് തർക്കത്തിൽ കിടക്കുകയാണ്. എന്തൊരു നാണക്കേടാണ്, എന്തൊരു നാണക്കേടാണെന്ന് ആലോചിച്ചു. ഇതൊക്കെ അവനവൻ്റെ അന്തസ്സ് സംരക്ഷിക്കാൻ, അവനവൻ്റെ ജീവൻ സംരക്ഷിക്കാൻ അവനവനെ അറിഞ്ഞുകൂടാത്തതിൻ്റെ ഗതികേടാണ്. ആ ഗതികേട് ബംഗാളിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്നു. എനിക്ക് വലിയ സങ്കടമുണ്ട്. ഞാൻ ഹിന്ദു സമാജത്തിൻ്റെ ഒരു വലിയ മെമ്പറാണ്, അഭിമാനത്തോടെ ഞാൻ പറയുന്നു. ബട്ട് ചില കാര്യങ്ങൾ സമാജം ചെയ്യാനുള്ളത് സമാജം തന്നെ ചെയ്യണം. അതിൽ ചിലപ്പോൾ ജീവൻ പോവും, അൺസങ് ഹീറോസായിട്ട് മാറും. നിങ്ങളുടെ പേരിൽ പ്രതിമയുണ്ടാവില്ല, നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടു, ദാറ്റ്സ് ഓൾ. അത്ര ചെറുതായിരിക്കും നിങ്ങളുടെ മരണം. ബട്ട് അതിൻ്റെ വാല്യൂ നാളെ ഒരു കാലത്ത് രാഷ്ട്രത്തിൽ പ്രവർത്തിക്കും. അങ്ങനെ എത്രയോ പേര് മരിച്ചാണ് ഈ രാഷ്ട്രം ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇപ്പോഴും നമ്മൾ പൊങ്ങച്ചം പറയാറില്ലേ, അഫ്ഗാനിസ്ഥാൻ പോയി, പാകിസ്ഥാൻ പോയി, അത് കഴിഞ്ഞിട്ട് കാശ്മീരിൻ്റെ 1/3 പോയി, ശ്രീലങ്ക പോയി, ബർമ്മ പോയി, ബംഗ്ലാദേശ് പോയി, ബാക്കി വന്ന പലരും പൊങ്ങച്ചം പറയും. ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും ഹിന്ദു ഭൂരിപക്ഷമായിട്ട് ഭാരതം നിലനിൽക്കുന്നു, മറ്റൊരു രാഷ്ട്രവും ഇങ്ങനെ നിലനിൽക്കില്ല. ഇതെല്ലാം മറ്റേ പാർട്ടികൾ കൊണ്ടുപോയി. കൈ കൊണ്ടുപോയി, കാല് കൊണ്ടുപോയി, 2 കാലും പോയി, ചെവി പോയി, മൂക്കിൻ്റെ അറ്റം കണ്ടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് മോഹൻദാസ് നിൽക്കുന്നു, കണ്ടില്ലേ? ഈ ജാതി പൊങ്ങച്ചമൊക്കെ അവസാനിപ്പിക്കുക. ഇതൊന്നും ലോകം അംഗീകരിക്കുന്നതല്ല. ഒരു രാഷ്ട്രവും പൊങ്ങച്ചത്തിൻ്റെ പേരിൽ ഗുണം പിടിച്ചിട്ടില്ല. എന്താ വസുധൈവ കുടുംബകം, ഇതൊന്നും ഒരു രാഷ്ട്രത്തിൻ്റെ പ്രിൻസിപ്പിളല്ല. രാഷ്ട്രത്തിന് പ്രിൻസിപ്പിൾ ആവരുത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് വസുധൈവ കുടുംബകം. പഞ്ചതന്ത്രത്തിലും ഹിതോപദേശത്തിലും പറഞ്ഞിട്ടുണ്ട്. രാജാവ് ഇത് പ്രിൻസിപ്പിളായിട്ട് എടുക്കരുത് എന്ന് പറഞ്ഞാണ് ഈ ശ്ലോകം കോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ എടുത്തിട്ട് രാജാക്കന്മാർ കിരീടം പോലെ വെച്ചു നടക്കും. നെഹ്റു മുതൽ മോദി വരെ വസുധൈവ കുടുംബകം പറയാത്ത ഏതെങ്കിലും പ്രധാനമന്ത്രി ഉണ്ടോ? ഇല്ല. എല്ലാവരും ഇത് പാടിക്കൊണ്ട് നടക്കും. ഇതിനൊന്നും ഒരു വിലയുമില്ല. നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ സ്ത്രീകളുടെ അഭിമാനം, ഇതിനു വേണ്ടിയിട്ട് പോരാടാൻ നിങ്ങൾ തയ്യാറാണോ? അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരും. ഒറ്റ വെട്ടിന് തന്നെ, ആദ്യത്തെ വെട്ടിന് നിങ്ങൾ 2 കഷ്ണമായി പോകും. കഷ്ണമാവാതെ പിന്നെ മുഴുവനായിട്ട് ജീവിച്ചിരുന്നിട്ടുണ്ട്. മാനം പോയി കഴിഞ്ഞാൽ യു ഷോ യുവർ സ്ട്രെങ്ത് വൺസ്. സെക്കൻഡ് ഡേ മമതാ ബാനർജിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വരും. 3rd ഡേ അമിത്ഷാ അവിടെ എത്തും. ഒറ്റത്തവണ നിങ്ങളൊന്ന് എണീറ്റ് നിൽക്കും, നട്ടലോടെ ഓടാതെ തിരിഞ്ഞു നിൽക്കുക. മരിക്കുന്നെങ്കിൽ മരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതല്ലേ. ഒരു തവണ നിങ്ങൾ എണീറ്റ് നിൽക്കുന്നു കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രവും പോലീസും പട്ടാളവും മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും. ഇതിൽ നമ്മൾ പറയുന്നത് ബംഗാളിലെ ആരും കേൾക്കാൻ പോകുന്നില്ല, മലയാളത്തിലാണല്ലോ. പക്ഷേ കേരളത്തിലുള്ളവർ കേൾക്കേണ്ടതാണ്. കാരണം ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് വലിയ ദൂരമൊന്നുമില്ല, ഒരു ദൂരവുമില്ല. കേരളവും ബംഗാളും ഏകദേശം ഒന്ന് തന്നെയാണ്. ഇവിടെ ബംഗ്ലാദേശി മുസ്ലിങ്ങളുടെ എണ്ണം ഇപ്പോഴും ആ ക്രിട്ടിക്കൽ മാസിലെത്തിയിട്ടില്ല. കേരള മുസ്ലിംസിനെ നിങ്ങൾ പേടിക്കണ്ട, അവരൊന്നും ചെയ്യില്ല. അതുകൊണ്ടാണ് ഇത് കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നത്. ബംഗ്ലാദേശി ജിഹാദികൾ അങ്ങനെയല്ല. അവർ അവർക്ക് തോക്ക് കയ്യിലെടുക്കാൻ അറിയാം. ഞാൻ പറയട്ടെ, കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഒരു തോക്ക് കയ്യിൽ കൊടുത്തിട്ട് വെടിവെക്കുകയാട്ടാന്ന് ഇത് കയ്യിൽ വെച്ച് പറയ്ക്കും? അറിഞ്ഞുകൂടാ. ബേസിക്കലി അക്രമികളല്ല. വാചകമൊക്കെ അടിക്കും ടി വിയിൽ, ഞങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ പറയും. ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. അതിപ്പോൾ ഇപ്പുറത്തൊന്നും ഹിന്ദുക്കളും മോശമൊന്നുമല്ല. അമ്പട ടി വി സ്റ്റുഡിയോ മുഴുവൻ കിടക്കത്തക്ക രീതിയിൽ സംസാരിക്കും. ദാറ്റ് എ പാർട്ട്. അക്രമികളൊന്നുമല്ല. മറ്റവരങ്ങനെയല്ല, ട്രെയിൻഡാണ്.
നമ്മൾ ഈ കാണുന്ന മുസ്ലിങ്ങളെ അല്ല ആ മുസ്ലിങ്ങൾ, തീർത്തും അപരിചിതരായ ഒരു കൂട്ടം മുസ്ലിങ്ങളെ നിങ്ങൾ കാണും, എന്തും ചെയ്യാൻ മടിയില്ലാത്തവർ. ഗസ്വായെ ഹിന്ദ്, മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവർ, അങ്ങനെ ട്രെയിനിങ് കിട്ടിയവർ. അവരുടെ എണ്ണം അവരിപ്പോൾ കേരളത്തിലുണ്ട്, ഇല്ല എന്നിട്ടൊന്നും കേരളത്തിലുണ്ട്, ധാരാളമുണ്ട്. ക്രിട്ടിക്കൽ മാസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ടല്ലോ, ആയുധങ്ങൾക്ക് ഒരു പ്രശ്നത്തിനൊക്കെ ഒരു ക്രിട്ടിക്കൽ മാസ് ഉണ്ട്. നമ്മൾ പറയുമല്ലോ ടെൻഷൻ പ്രിവെയിൽസ് ഇൻ കൊച്ചി സിറ്റി. ഏതാ ഈ ടെൻഷൻ? നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റില്ല, ബട്ട് നമുക്കറിയാം അന്തരീക്ഷത്തിലൊരു മുറുക്കം, ഒരു ടെൻഷൻ. അപ്പോൾ ഈ ടെൻഷൻ അക്രമത്തിലേക്ക് തിരിയുന്നത് ഒരു പ്രത്യേക മൊമെൻ്റ്. അതാണ് ഈ അക്രമികൾ ക്രിട്ടിക്കൽ മാസ് അക്രൂ ചെയ്തിട്ട് പിന്നെ അങ്ങ് പൊട്ടിത്തെറിക്കും. വലിയ പ്രയാസമാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ. അതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ പട്ടാളത്തെ ഇറക്കിയിട്ട് നിങ്ങൾ ഒറ്റ ഫ്ലാഗ് മാർച്ച് നടത്തിയാൽ മതി, വരണ്ട് മാളത്തിലേക്ക് ഒളിക്കുകയല്ല. ഇതുവരെ ബംഗാളിലെ പോലീസ് ഫയർ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? പോലീസിന് ഇതിലും തോക്കുണ്ടല്ലോ, പട്ടാളത്തിന് മാത്രമല്ല പോലീസിന് തോക്കുണ്ട്. പോലീസ് സാധാരണഗതിയിൽ അവർ ആകാശത്തേക്ക് വെടിവെക്കും, ലാത്തി ചാർജ് നടത്തും, ടിയർ ഗ്യാസ് നടത്തും, പിന്നെ ആകാശത്തേക്ക് വെടിവെക്കും. 4th സ്റ്റെപ്പ് നേരെ വെടിവെക്കലാണ്, അരയ്ക്ക് താഴെ കാലിൽ. എന്തുകൊണ്ട് ആ സിറ്റുവേഷനൊന്നും ബംഗാളിൽ ഉണ്ടാവാത്തത്? പ്രധാന കാര്യം ഇവർ ഓടിപ്പോകുന്നതുകൊണ്ടാണ്. ഓടുകയാണ് ഹിന്ദുക്കൾ. അപ്പോൾ പിന്നെ വെറുതെ മറ്റവരെ വെടിവെക്കണ്ട, ഇവരോടി മറിഞ്ഞു കളഞ്ഞു. അവർ പറയുന്നുമുണ്ട് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് കാണാൻ കേട്ടോ. വെള്ളിയാഴ്ച തോറുമാണ് ഇത് പീക്കിലെത്തുന്നത്, അല്ലാത്ത ദിവസങ്ങളിലുമുണ്ട്. വെള്ളിയാഴ്ച പീക്കിലെത്തും. വെള്ളിയാഴ്ചകളാണ് പ്രധാനം അവരുടെ. ആ സിറ്റുവേഷനാണ് ഞാനിപ്പോഴും പറയുന്നത്. ഹിന്ദുക്കൾ ഒന്ന് തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ മമതാ ബാനർജി പരസ്യമായിട്ട് പറഞ്ഞിരുന്നു 30% മുസ്ലിങ്ങൾ, എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. ബട്ട് നിങ്ങൾ ബാക്കി 70 പേരുണ്ടല്ലോ, അവർ ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ, എന്താ ചേച്ചി എന്ന് ചോദിക്കാൻ ധൈര്യപ്പെടുന്ന ദിവസം ചേച്ചി അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ തുടങ്ങും. അതല്ലെങ്കിൽ ചേച്ചി 30ൻ്റെ കൂടെ തന്നെ നിൽക്കും. കാരണം 30 അഷ്വേർഡാണ് അവർക്ക്. അതെ. പിന്നെ ഈ പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് സെക്യുലർ ഹിന്ദുക്കളെല്ലാം വോട്ട് ചെയ്യില്ല. അല്ല, ഇതിനിടയ്ക്ക് ഒരു തമാശയുണ്ട്. തമാശയല്ല, വീട്ടിൽ കയറി 2 ഹിന്ദുക്കളെ കുത്തിക്കൊന്നു, അച്ഛനും മകനും. 2 പേരും CPMൻ്റെ ആളുകളാണ്. പേര് ഹിന്ദുവായിപ്പോയി. അതിപ്പോൾ അവർ പല രീതിയിൽ ഇപ്പോൾ അത് BSF ചെയ്തതാണെന്ന് പറയുന്നു. കുത്തിക്കൊന്നതല്ല, വെടിവെച്ച് കൊന്നതാണ്. BSFൻ്റെ വെടികൊണ്ട് മരിച്ചതാണ്. അങ്ങനെ അവർ തോന്നിയ. അപ്പോൾ അവിടുത്തെ മന്ത്രി പറഞ്ഞില്ല, അല്ല ഹിന്ദുക്കളെ എവിടേക്ക് ഓടുന്നു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ബംഗാളിനുള്ളിൽ തന്നെയല്ലേ, ദൂരെ എങ്ങും പോകേണ്ടി വന്നില്ല അവർക്ക്. ഒരു നദി കടന്ന് അപ്പുറത്ത് കഴിഞ്ഞാൽ സേഫായി. ഉസ്മയ്ക്കാ ഹേ, നമുക്കിപ്പം ഭയങ്കര മഴ പെയ്യുന്നു, നമ്മൾ ഓടി ഒരു കടത്തിണ്ണയിൽ കയറുന്നു. കടത്തിണ്ണയിൽ അനാഥനായി എന്നാണോ അതിനർത്ഥം? മഴ പെയ്യുന്നതുകൊണ്ട്. അതുപോലെ ഇവിടെ ഭയങ്കര പ്രശ്നമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവർ അപ്പുറത്തേക്ക് പോയി. ഇത്രേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചു വരും. 2000 കുടുംബങ്ങൾ പോയതിൽ 19 പേര് ഇന്നലെ തിരിച്ചു വന്നിട്ടുണ്ട്. അത് വലിയൊരു കാര്യം, നമ്പറാണ്. 2000 കുടുംബങ്ങൾ പോയി, അതിൽ 19 കുടുംബങ്ങളല്ല 19 പേര് തിരിച്ചു വന്നു, വ്യക്തികൾ തിരിച്ചു വന്നു. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ആൻ അച്ചീവ്മെൻറ്റ്. ഏതായാലും ബംഗാളികൾക്ക് തിരിഞ്ഞു നിന്ന ചരിത്രമൊക്കെ ഉണ്ട് ബംഗാളിൽ. ആ ചരിത്രം അവർ ഓർമ്മിക്കട്ടെ. അല്ല, ഇതിപ്പോൾ 1946 ഡയറക്റ്റ് ആക്ഷൻ ഡേ പോലെയാണ്. അതും ബംഗാളിലാണ് തുടങ്ങിയത്. സുഹ്രവർദി അന്ന് ഐ തിങ്ക് ഗോപാൽ ചന്ദ്ര മുഖോപാധ്യായ അങ്ങേര് ഇപ്പം ഇല്ലാതെ പോയി. അറിയാം. അങ്ങേരുടെ റോൾ എടുക്കാൻ ഉണ്ടോ ഏതെങ്കിലും ഹിന്ദു? ഉണ്ടായി വരും. സുഹ്രവർദിയുടെ റോൾ എടുക്കാൻ ധാരാളം ആൾക്കാരുണ്ട്. അതെ, മമത സുഹ്രവർദിയാണ്. അന്ന് മുഖ്യമന്ത്രി അയാളായിരുന്നു, ഇന്ന് മമതയാണ്. അത്രേ ഉള്ളൂ. ഇതിൽ ബംഗാളിൽ നിന്ന് ഒരാൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് വന്നാലല്ലാതെ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.